മടി പിടിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും. ക്രിസ്മസ് എക്സാം ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. അവരിപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ല, എഫേർട്ട് തുടങ്ങിയിട്ടില്ല. എന്തോ വലിയ ദിവ്യാത്ഭുതം അല്ലെങ്കിൽ മഹാത്ഭുതം, എന്തോ വലിയൊരു മിറാക്കിൾ അത് സംഭവിക്കുന്നു വിചാരിച്ച് നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമും അതിനുശേഷം നടക്കാൻ പോകുന്ന നിങ്ങളുടെ പബ്ലിക് എക്സാമും ഒരിക്കലും ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്, നിങ്ങൾ കഷ്ടപ്പെടുക എന്നുള്ളതാണ്, നിങ്ങൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാനുള്ള മഹാത്ഭുതം. ആ അത്ഭുതത്തിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ പാരൻസും അത്ഭുതപ്പെടും. നിങ്ങൾക്ക് നിങ്ങളെ കളിയാക്കിയ, നിങ്ങളെ പുച്ഛിച്ച് തള്ളിയ ഒരുപാട് ആളുകളുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കാനുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ് എക്സാം. ഇനിയും നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ കളിയാക്കലുകൾ കേൾക്കേണ്ടി വരും, വീണ്ടും നിങ്ങൾ പുച്ഛം കേൾക്കേണ്ടി വരും, വീണ്ടും നിങ്ങൾ സങ്കടത്തിലേക്ക് പോകും. മറിച്ച് നിങ്ങൾ ഈ സമയം മുതൽ പഠിച്ചു തുടങ്ങാണ്. പഠനം എന്ന മഹാ അത്ഭുതത്തെ തേടി നിങ്ങൾ പോവുകയാണ്, പഠിക്കാൻ തുടങ്ങുകയാണ്, എഫേർട്ട് ഇടാൻ തുടങ്ങുകയാണ്, കഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. കിട്ടുമട റിസൾട്ട്, കിട്ടുമട മാർക്ക്. പോയി പഠിക്കും മക്കളെ, സമയം ഇനിയില്ല. ഈ റീലിപ്പം കാണുന്ന നിർത്തിയിട്ട് പോയി പഠിച്ചു തുടങ്ങും.